ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് കോണിക് സെക്ഷൻസ് ആണ്. അപ്പോൾ നമ്മളെന്താണ് ഒരു ലൈൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഞാനെന്താണ് ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്കെന്താണ് ഒരു പോയിൻ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ജസ്റ്റ് ഇവിടെ ഇതൊരു നമ്പർ ലൈനാണ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ 0 എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കെന്താണ് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് പറയുമ്പോൾ നമുക്കെന്താണ് അതിനെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഇത് ഇത്രയും ഡിസ്റ്റൻസിൽ, ഇത്രയും യൂണിറ്റ് ഡിസ്റ്റൻസിലാണ് ഈ ഒരു പോയിൻ്റ് കിടക്കുന്നത് ഫ്രം ദ 0. അതേപോലെ നമ്മളെന്താണ് ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പ്ലെയിനിൽ നമ്മളെന്താണ് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് നമുക്കെന്താണ് ഈ ഇതിനകത്ത് ഇവിടുത്തെ ഈ ഒരു പോയിൻ്റ് Pനെ നമുക്ക് എങ്ങനെ വിളിക്കാം, A, B എന്ന് വിളിക്കാം. അപ്പോൾ ഇതെന്താണ്, ഇത് ഫ്രം ദി ഒറിജിൻ എന്തായിരിക്കും, എക്സ് ആക്സിസിൽ നിന്ന് A ഡിസ്റ്റൻസും അതുപോലെ തന്നെ വൈക്ക് പാരലായിട്ട് B ഡിസ്റ്റൻസിലും ആയിരിക്കും ഈ ഒരു പോയിൻ്റ് കിടക്കുന്നുണ്ടാവുക. അതുപോലെ ഇതുപോലെ എന്താണ് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈൻസ് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് കേവ്സും വരയ്ക്കാൻ പറ്റും. ഒരു പ്ലെയിനിൽ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താണ് ലൈൻസും ഉണ്ടായിരിക്കും, കേവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എന്താണ്, കേവ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി ഈ കേവ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കെന്താണ് സെക്ഷൻസ് ഓഫ് എ കോൺ എന്നാണ് നമുക്കെന്താണ് അടുത്തൊരു ടോപ്പിക് കൊടുത്തിട്ടുള്ളത്. സോ നമ്മളെന്താണ് ഒരു ലൈൻ കൺസിഡർ ചെയ്യുക. ഇതിനകത്ത് ഒരു പോയിന്റിൽ വേറൊരു ലൈൻ, അതായത് ഒരു തീറ്റ ഇൻക്ലിനേഷനിൽ മറ്റൊരു ലൈൻ ഇതിനെ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇനി എന്താണ് ഈ ഒരു ലൈൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, ഇപ്പോൾ ഇതെന്താണ് ഈ ഒരു ഡയറക്ഷനിൽ കറങ്ങുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഒരു സർക്കുലർ ഷേപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് ഇല്ലേ. ഇതേപോലെ തന്നെ ഈ ഒരു ലൈനിൻ്റെ എന്തായിരിക്കും താഴ്ഭാഗത്തും, അതായത് ഈ ഒരു സെൻറ്റർ പോയിൻറ്റിൻ്റെ താഴ്ഭാഗത്തും ഇതുപോലെ എന്താണ് നമുക്ക് ഒരു സർക്കിൾ ഫോം ചെയ്യും. നമ്മളെന്താണ് ജസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് യോജിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് നമുക്ക് രണ്ട് കോണ് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കോൺ എങ്ങനെ രൂപപ്പെടുന്നെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ഈ ഒരു ലൈനിനെ നമുക്കെന്താണ് ദ ജനറേറ്റർ ഓഫ് ദ കോൺ, ഇതിനെയാണ് നമ്മളെന്താണ് നോക്കിയാൽ ഈ കോണിൻ്റെ ജനറേറ്റർ. അതായത് ഈ ഒരു കോൺ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ്, നമുക്ക് എന്താണ് ഈ ഒരു ഇപ്പോൾ നമ്മളിതൊരു ലൈനാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ഇത് ശരിക്കും ഇതൊരു ലൈനല്ല, നമ്മൾ സ്പേസിലാണ് ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്കെന്താണ് ഈ ഒരു ലൈനിൻ്റെ മേൽഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ഈ ഒരു സർക്കിൾ വന്നിട്ടുള്ളത് എവിടെയാണ്, ഒരു പ്ലെയിനിലാണ്. അപ്പോൾ ഈ സർക്കിളിനെ നമുക്കെന്താണ് ഒരു കർവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു കർവ് കിടക്കുന്നത് എവിടെയാണ്, ഒരു പ്ലെയിനിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മളെന്താണ് ആ ഒരു പ്ലെയിൻ, അതായത് ഈ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് കിടക്കുന്ന ഒരു പ്ലെയിനിലാണെന്ന് പറഞ്ഞു. ആ ഒരു പ്ലെയിൻ കൊണ്ട് നമ്മളെന്താണ് ഇതിനെ സെക്ഷൻ ചെയ്യണമെന്ന് വിചാരിക്കുക, അതായത് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മൾ സെക്ഷൻ ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ എന്താണ് നമ്മൾ എന്തിൻ്റെയൊക്കെ ക്രോസ് സെക്ഷൻ എടുക്കാറുണ്ടല്ലോ, അതേപോലെ തന്നെ സെക്ഷൻ ചെയ്യുക, കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു പ്ലെയിൻ വെച്ചിട്ട് കട്ട് ചെയ്യുക, അതായത് ഈ ഒരു കോണിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മളെന്തെന്ന് വിളിക്കുക, കോണിക് സെക്ഷൻസ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് പലതരത്തിലും സെക്ഷൻ ചെയ്യാം. അതായത് ഈ ഒരു ലൈൻ, അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിന് എന്താണ് ഒരു L എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ Z ആയിട്ട് കൺസിഡർ ചെയ്യാം, Z ആക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ Z' എന്ന് മാർക്ക് ചെയ്തു. ദെൻ എന്താണ് നമ്മൾ Z ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിൻ കൊണ്ട് സെക്ഷൻ ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് Z ആക്സിസിനെ നമ്മളെന്താണ് വേറൊരു പ്ലെയിൻ കൊണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ കൊണ്ട് സെക്ഷൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഒരു സർക്കിളാണ് കിട്ടുക. അതായത് ഇതാ കാണിച്ചു തരാം, ഇതായിരിക്കും ആ ഒരു പ്ലെയിൻ വരുന്നത്. ഇതെന്താണ്, ഇത് പെർപെൻഡിക്കുലർ ടു Z ആക്സിസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു അത്രയും സെറ്റ് ഓഫ് പോയിൻറ്റ്സ്, അതായത് ഈ ഒരു പ്ലെയിനിൽ വന്നിട്ടുള്ള അത്രയും പോയിൻറ്റ്സ് എന്താണ് ഒരു കിട്ടുന്ന എന്താണ് ഒരു സർക്കിൾ ആണ് കിട്ടുന്നത്. ഇത്രയും ഈ ഒരു സെറ്റ് ഓഫ് പോയിൻറ്റ്സ് കൊണ്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ഒരു പ്ലെയിനിനെ തന്നെ
ഇപ്പോൾ 90 ഡിഗ്രി, അതായത് സെഡ് ആക്സിസുമായിട്ട് 90 ഡിഗ്രിയിലാണ് നമ്മൾ സെക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇനി അതിന് പകരം 90 ഡിഗ്രിക്ക് പകരം, അതായത് എന്താണ് അതിനേക്കാളും താഴെ ഒരു നമ്മളെന്താ പറയുക 90 ഡിഗ്രിക്ക് താഴെ എന്ന് പറഞ്ഞാൽ ഒബ്ലീക്ക് ആക്കിയിട്ട് സെക്ഷൻ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, എലിപ്സ്. അതായത് കണ്ടീഷൻ ഇതാണ്, നമുക്കിവിടെ തീറ്റ ആംഗിൾ ഉണ്ടല്ലോ, തീറ്റ ലെസ് ദാൻ എന്താണ്, ഇനി ഈ ഒരു ഇൻ്റർസെക്ഷൻ, അതായത് പ്ലെയിനും ആ സെഡ് ആക്സിസും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ ആംഗിൾ എന്താണ് പറയുക, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്തായിരിക്കും, ഒരു തീറ്റ 1 വിച്ച് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ എന്താണ്, തീറ്റ 1 ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് സർക്കിൾ ഫോം ചെയ്യും. ഇഫ് ദ തീറ്റ 1 is less than 90 degree and greater than theta, then it forms an ellipse. And if the theta is equal to theta 1, അതായത് ഈ ഇൻക്ലിനേഷൻ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും ആ ഒരു സെഡ് ആക്സിസുമായിട്ട് ആ ഒരു ലൈൻ എന്താണ് ജനറേറ്റർ ഉണ്ടാക്കുന്ന ആംഗിളും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക, ഒരു പരാബോള കിട്ടും. ഇനി എന്താണ് ആ ഒരു തീറ്റ 1 എന്ന് പറയുന്ന ഒരു ആംഗിൾ, അതായത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ദ പ്ലെയിൻ, എന്താണ് ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്ലെയിനിൻ്റെ ആംഗിൾ, അതായത് ഇൻക്ലിനേഷൻ ആംഗിൾ എന്താണ് തീറ്റയേക്കാൾ ചെറുതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, ഹൈപ്പർബോള ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ എന്താണ് ഈ ഒരു പ്ലെയിനിൽ കിടക്കുന്ന പോയിൻറ്റ്സ് വെച്ചിട്ടുള്ള കർവ്സിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലെയിൻ എന്താണ് XY പ്ലെയിൻ ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, R is equal to x² plus y² ആണ് റൂട്ട് ഓഫ്, അല്ലേ. അപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിൻ അല്ലെങ്കിൽ എന്താണ് 0 0 ആയിരിക്കും. ആൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ടു ദ സർക്കിൾ എന്തായിരിക്കും, R ആയിരിക്കും. അതായത് സർക്കിളിൻ്റെ ഡെഫിനേഷനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് ഒരു സർക്കിൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് സർക്കിൾ തന്നെ മറ്റൊരു തരത്തിലും കൂടി നമുക്ക് എഴുതാം. എങ്ങനെയാണ്, ഇപ്പോൾ എന്താണ് ആ ഒരു സർക്കിൾ എന്താണ് സെൻറ്ററിലല്ല കിടക്കുന്നത്, അതായത് ഒറിജിനലല്ല അതിൻ്റെ സെൻറ്റർ കിടക്കുന്നത് എങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, R is equal to x, അതായത് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നമ്മളെന്താണ് ഒരു HK എന്നാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ HK എന്ന് തന്നെ എടുക്കുക. അപ്പോൾ x minus h plus y minus k the whole square R equal to root of x minus h square plus y minus k the whole square ആണ് ആ ഒരു സർക്കിളിൻ്റെ റേഡിയസ് വരുന്നത്. അതായത് റേഡിയസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ആൻഡ് ദി എഡ്ജസ് ഓഫ് ദി സർക്കിൾ. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പരാബോളയാണ്. പരാബോള എന്താണ്, ഇതിപ്പോൾ എന്താണ് XY പ്ലെയിനാണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ പരാബോള ഫോം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു. എങ്ങനെയായിരുന്നു, അതായത് ആംഗിളോ ഈ പ്ലെയിനിൻ്റെ ഇൻക്ലിനേഷൻ ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രീനേക്കാളും ലെസ് ആയിരിക്കും. പക്ഷേ 90 ഡിഗ്രീനേക്കാളും ലെസ്സും തീറ്റനേക്കാളും വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എലിപ്സ് എന്ന് വിളിക്കും. ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ആണെന്നുണ്ടെങ്കിൽ, അതായത് തീറ്റ ആൻഡ് തീറ്റ 1 ആർ ഈ രണ്ട് ആംഗിളും ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും അതുപോലെ തന്നെ ഈ പ്ലെയിനിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും ആ ലൈനിൻ്റെ ആംഗിളും ഇൻക്ലിനേഷനും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ ഒരു സെക്ഷൻ എന്തായിരിക്കും, പരാബോള ആയിരിക്കും. ഇതിപ്പോൾ എന്താണ്, വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ള ഒരു പരാബോളയാണെന്ന് പറയാം. മറ്റൊരു തരത്തിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഒരു കോൺവെക്സ് മിറർ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിനകത്തേക്ക് ലൈറ്റ് റേസ് വരുന്നുണ്ട്, എല്ലാം പാരലായിട്ട് വരുന്നുണ്ട്. ദെൻ ഇതെല്ലാം കൂടി എന്താണ് ഒരു പോയിന്റിലേക്ക് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതെന്താണ്, ഇത് ഇമാജിനറി ആയിട്ടുള്ള ഒരു പോയിൻ്റാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ വേർട്ടെക്സിലൂടെ എന്താ അതായത് ഈ ഒരു ഫോക്കസ് പോയിന്റിൽ കൂടി ജസ്റ്റ് എന്താണ് ഒരു ലൈൻ ഒരു ആക്സിസ് വരയ്ക്കണമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എന്താണ് ഈ ഒരു മിറർ എടുത്ത് നമ്മൾ ഒരു ഒരു ആക്സിസിൽ വെക്കുകയാണെന്ന് വിചാരിക്കുക. എന്താണ് ഈ ആക്സിസിനെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ എന്താണ് ഈ ഒരു ലൈൻ, അതായത് ഇതിനെ നമുക്ക് P1 എന്ന് മാർക്ക് ചെയ്യാം, ഇതിനെ നമുക്ക് P2 എന്ന് മാർക്ക് ചെയ്യാം, ദെൻ ഇതിനെ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം, M എന്ന് മാർക്ക് ചെയ്യാം, M1, ഇതിനെ M2 എന്ന് മാർക്ക് ചെയ്യാം, ഇതിനെ നമുക്ക് F എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഡിസ്റ്റൻസ്, അതായത് P1 M1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, P1 M1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, P1 F ആയിരിക്കും. അതേപോലെ തന്നെ P2 M2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, P2 F ആയിരിക്കും. ദെൻ മറ്റൊരു ഡെഫിനേഷൻ പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു ബോൾ എടുത്ത് എയറിലേക്ക് വെറുതെ എറിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ പാത്തായിരിക്കും എന്ത്, പരാബോള എന്ന് പറയുന്നത്. നമ്മളെന്താണ് ഒരു ഹൊറിസോണ്ടൽ ഒരു ലൈൻ കൺസിഡർ ചെയ്ത് ഒരു ബോൾ എടുത്ത് നമ്മൾ ജസ്റ്റ് എയറിലേക്ക് ത്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബോൾ സഞ്ചരിച്ച് വരുന്ന പാത്ത് ആയിരിക്കും എന്ത്, ഒരു പരാബോള എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് ഇത്തരം ഡെഫിനേഷൻസ് ഒന്നുമല്ല. വേണമെങ്കിൽ എന്താണ് പറയാം, പരാബോള ഇസ് എ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ദാറ്റ് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് ലൈൻ. അതായത് ഫിക്സഡ് ലൈന് നിന്ന് ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ടു എ ഫിക്സഡ് പോയിന്റ്, ആ ഫിക്സഡ് പോയിന്റിനെ നമ്മൾ ഫോക്കസ് എന്നും വിളിക്കും. ഈ ഫിക്സഡ് ലൈനിൻ്റെ പേര് നമ്മൾ ഡയറക്ട്രിക്സ് എന്നും വിളിക്കും. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ 4 തരത്തിൽ നമുക്ക് പരാബോള അറിയാം. എങ്ങനെയൊക്കെയാണ്, ഒന്ന് എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടും നെഗറ്റീവ് എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടും വൈയുടെ പോസിറ്റീവ് ഡയറക്ഷന് സിമെട്രിക് ആയിട്ടും എക്സിൻ്റെ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷന് സിമെട്രിക് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഡയറക്ഷന് സിമെട്രിക് ആയിട്ടുണ്ട്. 4 തരത്തിൽ എന്താണ് ഒരു പരാബോള, അതായത് 4 തരത്തിൽ നമുക്ക് പരാബോളയെ കൺസിഡർ ചെയ്യാൻ സാധിക്കും. നമ്മളെന്താണ് ജസ്റ്റ് ഒരെണ്ണത്തിൻ്റെ, അതായത് ഒറ്റ പരാബോളയുടെ മാത്രം ഇക്വേഷൻ നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. അതായത് വൈ ആക്സിസിലെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ദെൻ ഞാൻ എന്താണ് ആ ഫോക്കസ് പോയിന്റ് ആയതുകൊണ്ട് അതിനെ C എന്ന് വിളിക്കുകയാണ്. അതായത് ഹൈറ്റാണ് അതായത് വൈ ഡയറക്ഷനിലുള്ള ഹൈറ്റ് C ആണ്. ഇനി എന്താണ് നമ്മൾ ഡയറക്ട്രിക്സ് വരച്ചു. അപ്പോൾ ഡയറക്ട്രിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ഈ വൈ ആക്സിസിൽ നിന്ന് എന്താണ് വേർട്ടെക്സിലേക്കുള്ള അതേ ഡിസ്റ്റൻസിലായിരിക്കും. വേർട്ടെക്സ് എപ്പോഴും പരാബോളയുടെ വേർട്ടെക്സ് എപ്പോഴും എന്തായിരിക്കും, ഒറിജിനലായിരിക്കും. ഇത് 0 0 ആയിരിക്കും. ദെൻ ഒരു പോയിന്റ് XY എന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡയറക്ട്രിക്സ് വരച്ചു കൊടുക്കുക നമ്മുടെ ഫോക്കസ് പോയിന്റിലേക്ക്. അതായത് 0 C എന്ന് പറയുന്ന അതേ ഡിസ്റ്റൻസ്, അതായത് C എന്ന് പറയുന്ന അതേ ഡിസ്റ്റൻസിലായിരിക്കും നമ്മുടെ ഡയറക്ട്രിക്സ് എടുക്കുന്നുണ്ടാവുക. ഇതിനെന്താണ് y = -C എന്നായിരിക്കും ഈ ഒരു ലൈനിൻ്റെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്കെന്താണ് നമുക്ക് ഇനി ആ ഒരു ഡെറിവേഷനിലേക്ക് പോവാം. ഇതെന്താണ്, ഇത് F, ഇത് നമ്മളെന്താണ് വിളിക്കാറ്, നമ്മൾ P M എന്നാണ് വിളിക്കാറ്. ഇത് P, ദെൻ ഇത് M. അപ്പോൾ നമുക്കറിയാം PM = PF ആണ്. അപ്പോൾ PM എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഇവിടുത്തെ സെറ്റ് ഓഫ് പോയിന്റ്സ് എങ്ങനെയായിരിക്കും, നമുക്ക് PM എന്ന് പറയുന്നത് ഇവിടുത്തെ പോയിന്റ്, ഇതെന്താണ് എക്സ് ഡിസ്റ്റൻസും -C ഹൈറ്റും ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് PM എന്ന് പറയുമ്പോൾ എന്താണ് x - x² y - C എന്നാണ് വേണ്ടത്. അപ്പോൾ എന്താണ് -C ആയതുകൊണ്ട് y+C² എന്ന് എഴുതാം. ഇനി ഇത് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് PF എന്നാണ് ഉള്ളത്. അപ്പോൾ PF എങ്ങനെയായിരിക്കും, റൂട്ട് ഓഫ് ഇതിനകത്ത് y എന്താണ് y -C² ദെൻ x - 0. അപ്പോൾ എന്താണ് x² എന്നായിരിക്കും. ഇനി ഇതിനെ രണ്ടിനെയും കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം.
അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താണ് ആദ്യം സ്ക്വയർ ചെയ്യാം. ഈ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സ്ക്വയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് അടിയിലേക്ക് എഴുതി പോകാത്തത്. നിങ്ങൾ ജസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതുക. ജസ്റ്റ് സിമ്പിൾ ഡെറിവേഷനാണ്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്ത് വരും, നമുക്ക് y മൈനസ്, ഞാൻ ജസ്റ്റ് ഈ ഒരു ഷേപ്പ് മാച്ച് കളയാണ്, അല്ലെങ്കിൽ ഇവിടെ സ്ഥലമില്ല. അപ്പോൾ എന്താ വരിക, y മൈനസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതെന്താണ്, ഇത് എക്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നായി പോയിട്ടുണ്ട്. പിന്നെ y പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതെന്താവും, y സ്ക്വയർ മൈനസ് 2x അല്ല 2x അല്ല 2cy പ്ലസ് എക്സ് അല്ല പ്ലസ് y സ്ക്വയർ പ്ലസ് എന്താണ് സി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു y സ്ക്വയർ പ്ലസ് 2yc പ്ലസ് സി സ്ക്വയർ എന്നായിരിക്കും. ഇവിടെ സി സ്ക്വയർ ഉണ്ട്, ഇവിടെയും സി സ്ക്വയർ ഉണ്ട്, ഇവിടെ y സ്ക്വയർ ഉണ്ട്, ഇവിടെ y സ്ക്വയർ ഉണ്ട്. അതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയുക. ദെൻ ഇവിടെ എന്താണ്, ഒരു മൈനസ് 2cy ഇവിടെ ഒരു പ്ലസ് 2cy കിടക്കുന്നുണ്ട്. അതിനെന്താണ് നമ്മൾ ഈക്വൽ ടു പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്താവും, ഇവിടെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, 4cy എന്ന് വരും. ദാറ്റ് ഈസ് എന്താണ്, നമ്മുടെ y ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനോട് സിമെട്രിക് ആയിട്ടുള്ള ഒരു പരാബോളയുടെ ഇക്വേഷൻ എന്തായി നമുക്ക് കിട്ടി, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4cy എന്ന് കിട്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ബാക്കി 4 സൈഡിൻ്റെയും വരിക. 4 സൈഡിൻ്റെ അല്ല, എക്സിന് ഇതിപ്പോൾ y ആക്സിസിന് സിമെട്രിക് ആണ്. ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്, അതായത് നെഗറ്റീവ് ഡയറക്ഷനോട്, വൈയുടെ നെഗറ്റീവ് ഡയറക്ഷനോട് സിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 4cy എന്നായിരിക്കും വരിക. ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പരാബോളയുടെ. 4 ഇക്വേഷൻസ് ഉണ്ട്. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4cxും y സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 4cx എന്നും വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താണ് സ്ക്വയർ, ഇപ്പോൾ നമ്മൾ ഈ ഇമാജിനറി നമ്പർ അതായത് കോംപ്ലക്സ് നമ്പറിൻ്റെ കേസ് കൺസിഡർ ചെയ്യണില്ല എന്ന് വിചാരിക്കും. നമ്മൾ ജസ്റ്റ് എന്താണ് നോക്കുമ്പോൾ ഈ y സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഫുൾ പോസിറ്റീവ് ആയിരിക്കും. അതായത് സ്ക്വയറിൻ്റെ സ്ക്വയർ ചെയ്ത് വരുന്ന നമ്പേഴ്സ് അല്ല എന്തായിരിക്കും, പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും, നെഗറ്റീവ് നമ്പേഴ്സ് വരില്ല. അതായത് നമുക്കെന്താണ് ഈ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പോസിറ്റീവ് നമ്പറിനെ നമുക്ക് സ്ക്വയർ ചെയ്താലും നെഗറ്റീവ് നമ്പറിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സാണ് കിട്ടുക. അതായത് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, നമുക്ക് എപ്പോഴും പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. അതായത് ആർക്കാണോ സ്ക്വയർ എടുക്കുന്നത് ആ കോർഡിനേറ്റ്സ് ഒക്കെ നമുക്ക് എന്താണ് പോസിറ്റീവും നെഗറ്റീവും വരാം. സ്ക്വയർ ഇല്ലാതെ കിടക്കുന്നത് എന്താണ് പോസിറ്റീവ് മാത്രമേ വരുള്ളൂ. അതായത് ഈ ഒരു ഇക്വേഷൻ കണ്ടാൽ നമുക്കറിയാൻ പറ്റണം ഇതെന്താണ്, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എന്താണ് സിമെട്രിക് ടു ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇനി നമുക്കെന്താണ്, നമ്മൾ എലിപ്സ് നോക്കാം. അപ്പോൾ എലിപ്സ് എങ്ങനെ ഉണ്ടാവണത്, നമ്മൾ പറഞ്ഞു ഈ ഒരു ലൈനിൻ്റെ ഇൻക്ലിനേഷൻ എന്താണ് തീറ്റയാണ്. ദെൻ ദ പ്ലെയിനിൻ്റെ ഇൻക്ലിനേഷൻ θ1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ θ1 ലെസ് ദാൻ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ആ ഒരു സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ആ ഒരു പ്ലെയിനിൽ നമ്മൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എലിപ്സ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനൊക്കെ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. എന്താണ്, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്നാണ് വരിക. എലിപ്സിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് ഇങ്ങനെയാണ്. ഇതെന്താണ്, ഇതൊരു സർക്കിളിൻ്റെ ഫ്രണ്ട് വ്യൂ ആണെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 പോയിൻ്റ് ഉണ്ട്, 2 ഫോക്കസ് പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് എന്താണ്, അതായത് ഈ 2 പോയിൻറ്റ്സിൻ്റെയും എന്താണ് ഈ ഒരു P പോയിൻ്റ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. ദെൻ P2 P3 അങ്ങനെ കുറേ പോയിൻറ്റ്സ് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഈ 2 ഫിക്സഡ് പോയിന്റിൽ നിന്നും ഈ പോയിന്റ്സിലേക്കുള്ള, അതായത് ഈ സെറ്റ് ഓഫ് പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസുകളുടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇതെന്താണ്, ഇത് നമ്മൾ F1 എന്നും ഇത് F2 എന്നും കൺസിഡർ ചെയ്യണമെങ്കിൽ PF1 പ്ലസ് PF2 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, അനദർ പോയിന്റ് ഒരു M
MF1 പ്ലസ് MF2 ആയിരിക്കും. അത്രേ ഉള്ളൂ. നമുക്ക് എന്താണ് പ്രോബ്ലം ചെയ്യാൻ ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ എ സ്ക്വയർ ബി സ്ക്വയർ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് മേജർ ആക്സിസ് മൈനർ ആക്സിസ് കൺസെപ്റ്റൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇതായിരിക്കും എന്താണ് മേജർ ആക്സിസ് വരുന്നത്. ഇതിനെ A മൈനസ് A, അതുപോലെ തന്നെ ഇതായിരിക്കും എന്ത് മൈനർ ആക്സിസ് വരുന്നത്. ഇത് മൈനസ് B, ഇത് B, ദെൻ ഫോസി ഇതായിരിക്കും ഫോസികൾ വരുന്നത്. അതിപ്പോൾ എക്സ് ആക്സിസിലാണെന്നുണ്ടെങ്കിൽ C0 മൈനസ് C0 എന്നും, Y ആക്സിസിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും 0 പ്ലസ് ഓർ മൈനസ് C എന്നായിരിക്കും ഫോക്കസ് പോയിൻറ്റ്സ് വരുന്നത്. ഇനി അടുത്തതാണ് ഹൈപ്പർബോള. ഹൈപ്പർബോളയുടെയും സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് അതിപ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്നായിരിക്കും. ഇതിപ്പോൾ എക്സ് സ്ക്വയറിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എക്സ് ആക്സിസിലായിരിക്കും ഫോസി കിടക്കുന്നത്. അതായത് എക്സ് ആക്സിസിന് സിമെട്രിക് ആയിരിക്കും ഹൈപ്പർബോളാസ് വരുന്നത്. ഈ എന്താണ് ഇത് ഇക്വേഷൻ വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്നാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇത് വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ടായിരിക്കും ആ പാരാബോളാസ് ഹൈപ്പർബോളാസ് കിടക്കുന്നത്. ഇത്രയും വ്യത്യാസമുള്ള ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഇക്വേഷനൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണ് നമുക്കറിയാം. ഇവിടെ ഒരു ഫോക്കസ് പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ഫോക്കസ് പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് ഇവിടെ ഒരു പോയിന്റ് P നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്താണ് PF1 ആൻഡ് PF2 എന്ന് പറയുന്നത്, അതായത് ഈ ഡിസ്റ്റൻസുകളുടെ ഡിഫറൻസ് എന്തായിരിക്കും, അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഒരു പോയിന്റ് P2 കൺസിഡർ ചെയ്ത, അതായത് അപ്പോൾ ഇങ്ങനെയാണ് PF1 മൈനസ് അല്ല, അത് ചെറിയതായിരിക്കും. ഇപ്പം ഇങ്ങനെ PF2 മൈനസ് PF1 ഈസ് ഈക്വൽ ടു P2F2 മൈനസ്, അല്ലെങ്കിൽ P2F1 മൈനസ് P2F1 F2 എന്നുള്ളത് എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അത്തരം സെറ്റ് ഓഫ് പോയിൻറ്റ്സ് യോജിപ്പിച്ചിട്ടാണ് ഒരു പ്ലെയിനിൽ എന്തുണ്ടാവുന്നത് ഹൈപ്പർബോള ഉണ്ടാവുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ തന്നെ നമ്മളെന്താണ് നമ്മൾ കണ്ട ഇക്വേഷൻസ് ഉണ്ടല്ലോ, അതിനകത്തൊക്കെ നമുക്ക് എന്താണ് ഇപ്പോൾ നമ്മൾ കണ്ടതൊക്കെ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. അതായത് സെൻറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഒറിജിൻ ആയിട്ടുള്ള കേസാണ്. ഇനി സെൻറ്റർ ഒറിജിൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കിളിൻ്റെ കേസിൽ കണ്ടതുപോലെ തന്നെ എന്താണ് സെൻറ്റർ HK ആയിട്ട് എടുക്കുക. അപ്പോൾ എന്താ വരിക എക്സ് സ്ക്വയർ മൈനസ് എച്ച് ദ ഹോൾ, അതായത് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയറും വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയറൊന്നും ചേഞ്ച് ഉണ്ടാവും, അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. ഇനി ഹൈപ്പർബോളയുടെ കേസിൽ ഒരാളുണ്ട്, ഒരു അസിംപ്റ്റോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതെന്തൊട്ടാണ് ടാൻജൻ്റ് അറ്റ് ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ അസിംപ്റ്റോട്ട്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷനിൽ നമ്മളെന്താണ് ആ 1ന് പകരം 0 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായി മാറും, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്ലസ് എന്തായിരിക്കും വൈ സ്ക്വയർ ബൈ ഇവിടെ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്നായിരിക്കും. നമ്മളെന്താണ് ഈ എല്ലാത്തിൻ്റെയും സ്ക്വയേഴ്സ് കളയണമെന്നുണ്ടെങ്കിൽ എക്സ് ബൈ എ ഇസ് ഈക്വൽ ടു വൈ ബൈ ബി എന്ന് കിട്ടും, പ്ലസ് ഓ മൈനസ്. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, പ്ലസ് ഓ മൈനസ് എ ബൈ ബി ഇൻറ്റു വൈ എന്ന് വരും. അതുപോലെ തന്നെ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം, ബി ബൈ എ ഇൻറ്റു എക്സ് എന്ന് പറയാം. അപ്പോൾ ഇനി നമുക്ക് എക്സസൈസസ് ചെയ്യാം. അപ്പോൾ ഇതെന്താണ്, ഇത് കാൽക്കുലസിൻ്റെ 12th എഡിഷൻ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഇതെന്താണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു പേപ്പർ പഠിക്കാനുണ്ട് അവർക്ക്, അവരുടെ പ്രിഫേർഡ് ടെക്സ്റ്റ് ബുക്കാണ്. സോ നമുക്ക് ഇതിനകത്തുള്ള പ്രോബ്ലംസ് ചെയ്യാം. സെക്ഷൻ 11.6ന് ശേഷമുള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഐഡൻറ്റിഫൈങ് ദി ഗ്രാഫ്സ് മാച്ച് ദ പരാബോളാസ് ഇൻ ദ എക്സസൈസ് 1 to 4 വിത്ത് ദ ഫോളോയിങ് ഇക്വേഷൻസ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2y തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 6y തന്നിട്ടുണ്ട്, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8x തന്നിട്ടുണ്ട്, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 4x തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താണ് ഗ്രാഫ് ഒന്നും വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു തോന്നണില്ല എക്സാമിനൊക്കെ, യൂണിവേഴ്സിറ്റി എക്സാമിനൊന്നും. ജസ്റ്റ് എന്താണ് നിങ്ങൾ ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്ത്, അതായത് ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ അതായത് എക്സിന് സിമെട്രിക് ആണോ വൈ ആക്സിസിന് സിമെട്രിക് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു
2y എന്നാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4cy എന്നാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫിഗർ എപ്പോഴും മനസ്സിലുണ്ടാവണം. എന്താണ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിൻ്റെ പോസിറ്റീവും നെഗറ്റീവും വരാം. ദെൻ വൈയുടെ മുമ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ പോസിറ്റീവായിട്ടാണ് കിടക്കുന്നത്. സോ അതെന്തായിരിക്കും? വൈ ആക്സിസിന് സിമ്മട്രിക് ആയിരിക്കും. വൈ ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷന് സിമ്മട്രിക് ആയിരിക്കും ഈ ഒരു പരാബോള എന്ന് പറയുന്നത്. ദെൻ ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പോൾ എന്താണ്? നമുക്ക് ഈ ഒരു പാർട്ട്, അതായത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്, എക്സ് സ്ക്വയർ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇതെന്താണ് ഇക്വേറ്റ് ചെയ്യുക? റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുക. 4cy ഈസ് ഈക്വൽ ടു 2y ആണ്. y ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ c ഈസ് ഈക്വൽ ടു 2/4 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 1/2 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത ഗ്രാഫ്സ് ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഫോക്കസ് പോയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതങ്ങനെ വരും 0,1/2 എന്ന് വരും. നമുക്കതിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിനകത്ത് ഏത് ഫിഗറാണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കിട്ടിയെന്ന് തോന്നും, മനസ്സിലാവും. അതായത് ആ ഒരു ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാനും അതുപോലെ തന്നെ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ ഫിഗർ ഐഡൻറ്റിഫൈ ചെയ്യാനും അറിയണം. then അടുത്തൊരു ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -6y. അപ്പോൾ എന്താണ്? ഇവിടെ വൈക്ക് മുമ്പിൽ മൈനസ് എടുക്കുന്നുണ്ട്. സോ നമുക്ക് എന്താണ്? സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ -4cy എന്നാണ്. അപ്പോൾ ഇതെന്താണ്? ഇതും y ആക്സിസിന് സിമ്മട്രിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ക്യാൻസൽ ചെയ്യുക, വൈയും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എന്താണ്? c ഈസ് ഈക്വൽ ടു 6/4 വരും. അപ്പോൾ എന്താണ്? 3/2 എന്ന് വരും. ഇനി ഇതെന്താണ്? നെഗറ്റീവ് വൈയുടെ നെഗറ്റീവ് ഡയറക്ഷന് സിമ്മട്രിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫോക്കസ് പോയിന്റ്സ് വരുന്നത് ഇതാണ്, 3/2 എന്നാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? y സ്ക്വയർ ഈസ് ഈക്വൽ ടു 8x എന്നാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? 4cx എന്നാണ്. അപ്പോൾ എക്സും ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ c ഈസ് ഈക്വൽ ടു നമുക്ക് 2 എന്ന് കിട്ടി. ഇനി y സ്ക്വയർ എന്ന് കാണുമ്പോൾ എന്താണ്? അത് എക്സ് ആക്സിസിന് സിമ്മട്രിക് ആണ്. ഇനി പോസിറ്റീവ് ആയതുകൊണ്ട് എന്താണ്? പോസിറ്റീവ് ഡയറക്ഷന് സിമ്മട്രിക് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ y സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്നാണ്? -4x എന്നാണ്. സോ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? -4cx എന്ന് എഴുതുക. ദാൻ എക്സും ക്യാൻസൽ ചെയ്യുക, മൈനസും ക്യാൻസൽ ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 4 മോഡ് 4 ഉണ്ടോ? c ഈസ് ഈക്വൽ ടു എന്താണ്? 4c ഈസ് ഈക്വൽ ടു 4 എന്നാണ്. 4 ക്യാൻസൽ ചെയ്താൽ 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം എന്ത്? ഇത് y സ്ക്വയർ എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ എക്സ് ആക്സിസിന് സിമ്മട്രിക് ആണ്. ദെൻ നെഗറ്റീവ് ഡയറക്ഷന് സിമ്മട്രിക് ആയിട്ടായിരിക്കും ആ ഒരു ഫിഗർ വരുന്നത്. അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. മാച്ച് ഈച്ച് കോണിക് സെക്ഷൻ ഇൻ എക്സസൈസ് 5.5 to 8 വിത്ത് വൺ ഓഫ് ദീസ് ഇക്വേഷൻസ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. നേരത്തെ ഫുൾ പരാബോളാസ് ആയിരുന്നു. ഇവിടെ കോണിക് സെക്ഷൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 4 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിനെ ഫിഗേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്? x² / 4² പ്ലസ് x² / 4 + y² / 9 ഈസ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ x² / a² പ്ലസ് y² / b² ഈസ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ ഇതെന്താണ്? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ എലിപ്സ് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. സോ നമുക്കിതിനകത്ത് നമ്മൾ ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടത് ഇതിനകത്ത് ഇപ്പോൾ a ഈസ് ഈക്വൽ ടു ഞാൻ എന്താണ് 2 എന്ന് എഴുതാം, b ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 3 എന്ന് എഴുതാം. സോ ഇതിൻ്റെ മേജർ ആക്സിസ് വരുന്നത് y ആക്സിസിലായിരിക്കും. ഇത് 3 അതായത് 0,3 ദെൻ 0,-3 ദെൻ മൈനർ ആക്സിസ് വരുന്നത് നമ്മുടെ എന്താണ് y ആക്സിസിലായിരിക്കും. സോ ഇവിടെ എന്താണ് 2,0 -2,0. അപ്പോൾ ഇതായിരിക്കും എന്ത്? ഈ ഒരു ഇക്വേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കർവ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് x² / 4 + y² / 1 ഈസ് ഈക്വൽ ടു 1 എന്നാണ് തന്നിട്ടുള്ളത്. സോ a² ഈസ് ഈക്വൽ ടു 4 എന്നാണ്. സോ a ഈസ് ഈക്വൽ ടു ഞാൻ 2 എന്ന് എഴുതി, b ഈസ് ഈക്വൽ ടു എന്താണ് 1 എന്നാണ്. സോ എക്സിൻ്റെ
അപ്പോൾ ഇതെന്താണ് മേജർ ആക്സിസ് നമ്മുടെ എക്സ് ആക്സിസിലായിരിക്കും വരുന്നത്. ആ പോയിൻറ്റ്സ് എന്താണ് 2ഉം -2 ആയിരിക്കും. വൈ ആക്സിസിലായിരിക്കും മൈനർ ആക്സിസ്, അതെന്തായിരിക്കും 1ഉം -1ഉം ആയിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു ഫിഗർ വരുന്നത്. ഞാൻ എലിപ്സ് വരച്ചാൽ അത്ര ഭംഗിയൊന്നുമില്ല. ഇതുപോലൊക്കെ ആയിരിക്കും എലിപ്സ് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം എന്താണ്? y²/4 മൈനസ് x²/1 = 1 എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ്? a² 4 ആണ്. സോ a ഞാൻ 2 എന്ന് എഴുതി. b² 1 എന്നാണ്. ഇതെന്താണ്? നമുക്കറിയാം നടുക്ക് -1 വന്നു കഴിഞ്ഞാൽ ഇത് ആരാണ്? ഹൈപ്പർബോളയാണ്. അവൻ എവിടെ കിടക്കുന്നുണ്ടാവും? എന്താണ് ഇതിൻ്റെ ഫോക്കസ് വരുന്നത്? y ആക്സിസിലായിരിക്കും. അപ്പോൾ അവൻ ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളവിടെ ഫിഗർ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്താണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ മനസ്സിലാക്കി വെച്ചാൽ മതി എല്ലാത്തിൻ്റെയും. പിന്നെ ജസ്റ്റ് എന്താണ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സിംപ്റ്റോട്ട് കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ ഫോക്കസ് പോയിന്റ്, വേർട്ടെക്സ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ അറിഞ്ഞാൽ മതി. സിമ്പിളാണ്. ഹയർ സെക്കൻഡറി ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ പ്രോബ്ലംസൊക്കെ ആ ഒരു ലെവലാണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, x²/4 മൈനസ് y² / 9 = 1 ആണ്. സോ നമുക്ക് എന്താണ്? a = 2 എന്നും b = 3 എന്നും എടുക്കാം. ഇവിടെ എന്താണ്? ഇത് x² നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്താണ്? ഇത് എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടായിരിക്കും ആര് കിടക്കുന്നത്, അല്ലെങ്കിൽ എക്സ് ആക്സിസിലാണ് ആരുണ്ടാവുക? ഫോക്കസ് ഉണ്ടാവുക. സോ ഈ ഹൈപ്പർബോള ഇങ്ങനെയായിരിക്കും കിടക്കുന്നത്. ഇതായിരിക്കും ഫിഗർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Parabolas exercise 9 to 16 give equations of parabolas. Find each parabola's focus and directrix. Then sketch the parabola. Include the focus and directrix in your sketch. അപ്പം ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് 9 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ പാരാബോള സ്കെച്ച് ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ ഫോക്കസും ഡയറക്ട്രിക്സും നമ്മൾ കണ്ടുപിടിക്കുകയും കൂടി വേണം. അത്രയേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്താണ് തന്നിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് പാരാബോളാസിൻ്റെ ഫോക്കസും ഡയറക്ട്രിക്സും കണ്ടെത്തണം, അതുപോലെ തന്നെ എന്താണ് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെയെന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ പാരാബോളാസിൻ്റെയാണ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? y² എന്തെന്നാണ് 12x എന്നാണ് തന്നിട്ടുള്ളത്. ഞാൻ എന്താണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ജസ്റ്റ് ഇവിടെ തന്നെ എഴുതി വെക്കുകയാണ്. 4cx ആണ്. y² 4cx എന്നാണ്. ഞാൻ എന്താണ് x ക്യാൻസൽ ചെയ്യാണ്, 4ഉം 12ഉം ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ എന്താ വരിക? 3 c എന്ന് വരും. 3 എന്ന് വരും. അതായത് ഇതെന്താണ്? ഇത് കോർഡിനേറ്റ്സ് ആണ്. ആരുടെ? നമ്മുടെ ഫോക്സിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ഈ സി എന്ന് പറയുന്ന ഇത് വരുന്നത്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ y² എന്ന് പറയുമ്പോൾ അറിയാം എങ്ങനെയാണ്? നമ്മുടെ മറ്റേ ആർക്ക് സിമെട്രിക് ആണ്? എക്സ് ആക്സിസിന് സിമെട്രിക് ആണ്. ദെൻ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വെച്ചിട്ട് എന്താണ് ഇത് പോസിറ്റീവ് ഡയറക്ഷന് സിമെട്രിക് ആണ്. ഇനി 4c വരുന്നത് എവിടെയായിരിക്കും? ഒരു 1 ഓഫ് ദ 4c എന്തായിരിക്കും? 30 എന്നും മറ്റൊന്ന്. അതുപോലെ തന്നെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ വരുന്നത് x = -c എന്നും ആയിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് x² ആരാണ്? 6y ആണ്. 6y ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? 4cy എന്ന് എഴുതാം. y ക്യാൻസൽ ചെയ്യാം. 4ഉം 6ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 3 എന്ന് വരും. /2 എന്ന് എഴുതാം. c എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെക്ക് എന്താണ് എക്സ് ആക്സിസിന്, അതായത് y ആക്സിസിന് സിമെട്രിക് ആയിരിക്കും നമ്മുടെ പരാബോള വരുന്നത്. അതിൻ്റെ ഫോക്കസ് പോയിന്റ് വരുന്നത് എന്താണ്? 3/2 ആണ്. നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 0,3/2 എന്ന് എഴുതണം. ഇനി എന്താണ് ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ വരുന്നത്? അങ്ങനെ ആയിരിക്കും y -c എന്നാണ്. -3/2 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 8y എന്നാണ്. 8y അല്ല, -8y ആണ്. അപ്പോൾ ഞാൻ എന്താണ് -4cy എന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതാണ്. വൈയും ക്യാൻസൽ ചെയ്യുക, വൈ ക്യാൻസൽ ചെയ്യുക, മൈനസും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 4c ഈസ് ഈക്വൽ ടു 8 എന്നാണ്. 4c ഈസ് ഈക്വൽ ടു 8 എന്നാണ്. 8ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ 2 വരും. c ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമുക്ക് ഇതെന്താണ്, വൈ ആക്സിസിൻ്റെ നെഗറ്റീവ് ഡയറക്ഷന് സിമെട്രിക് ആണ് നമ്മുടെ പരാബോള എടുക്കുന്നത്. ആൻഡ് ദ ഫോക്കസ് പോയിന്റ് എന്താണ്, 2 ആണ് വരുന്നത്. സോ എന്താണ്, നമുക്ക് എഴുതുമ്പോൾ 0,-2 എന്ന് എഴുതണം. ദെൻ ഡയറക്ട്രിക്സ് എങ്ങനെയാണ്, വൈ എന്താണ്, എക്സ് ആണോ വൈ ആണോ, വൈ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് സി ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള സി എന്താണ്, നെഗറ്റീവ് ഡയറക്ഷനിലാണ് എടുക്കുന്നത്. വൈ ഈക്വൽ ടു 2 എന്നായിരിക്കും ഈ ഒരു എന്താണ് ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നത്, അതായത് ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ജസ്റ്റ് സിമ്പിളാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് -2x ആണ്. y സ്ക്വയർ ഈസ് ഈക്വൽ ടു -2x ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ -4cx എന്ന് എഴുതാം. x ക്യാൻസൽ ചെയ്യാം, മൈനസും ക്യാൻസൽ ചെയ്തു. c ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. ഇതാണ് തന്നിട്ടുണ്ടായിരുന്നത്. -2x എന്നാണ്. സോ എങ്ങനെയായിരിക്കും, എക്സിൻ്റെ നെഗറ്റീവ് ഡയറക്ഷന് സിമെട്രിക് ആയിരിക്കും. ദെൻ ഇപ്പോൾ 4c എങ്ങനെയായിരിക്കും, -1/2, 0 എന്നായിരിക്കും. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും, x ഈക്വൽ ടു 1/2 എന്നായിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തെന്താണ്, 4x², y ഈസ് ഈക്വൽ ടു 4x² എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്താണ് നേരെ തിരിച്ചെഴുതണം. x² ഈസ് ഈക്വൽ ടു 1/4 y എന്നെഴുതി കൊടുത്തു. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്, 4 × c × y. വൈയും ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ c ഈസ് ഈക്വൽ ടു 1/16 എന്ന് നമുക്ക് കിട്ടി. ഇനി x² ഈസ് ഈക്വൽ ടു എന്നാണ്. ദെൻ മൈനസ് സൈൻ ഇല്ല. അപ്പോൾ എങ്ങനെയായിരിക്കും, വൈയുടെ പോസിറ്റീവ് ഡയറക്ഷന് സിമെട്രിക് ആയിരിക്കും. ഇനി സി വരുന്നത് എന്താണ്, 1/16 എന്നാണ്. അപ്പോൾ എങ്ങനെയാണ്, വൈ ആക്സിന് സിമെട്രിക് ആയതുകൊണ്ട് 0,1/16 എന്ന് മാർക്ക് ചെയ്യുക. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും, y ഈസ് ഈക്വൽ ടു -1/16 എന്നായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക, എങ്ങനെ ചെയ്യണമെന്ന് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് y ഈസ് ഈക്വൽ ടു -8x² എന്നാണ്. സോ x² ഈസ് ഈക്വൽ ടു -1/8 × y എന്ന് എഴുതാം. എന്നിട്ട് ഇതെന്താണ്, x² ഈസ് ഈക്വൽ ടു എന്നാണ്. സോ എന്താണ്, പിന്നെ മൈനസ് എടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ഇവിടെ ആയിരിക്കും, അതായത് y ആക്സിസിൻ്റെ നെഗറ്റീവ് ഡയറക്ഷന് സിമെട്രിക് ആയിരിക്കും നമ്മുടെ പരാബോള എടുക്കുന്നത്. ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 4cy എന്ന് കൊടുക്കാം. -4cy, മൈനസും ക്യാൻസൽ ചെയ്തു, വൈയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ 4c ഈസ് ഈക്വൽ ടു 1/8 എന്നാണ്. c ഈസ് ഈക്വൽ ടു 1/32 എന്ന് വരും. ദെൻ ഇവിടുത്തെ 4c എന്തായിരിക്കും, 0,-1/32 എന്ന് വരും. ദെൻ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എന്താണ്, y ഈസ് ഈക്വൽ ടു 1/32 എന്ന് വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് x ഈക്വൽ ടു -3y², x ഈക്വൽ ടു -3y² എന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതണം. y² ഈസ് ഈക്വൽ ടു 1/3 -1/3 × x എന്ന് എഴുതണം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്, -4cx എന്നാണ്. എക്സും ക്യാൻസൽ ചെയ്യുക, മൈനസും ക്യാൻസൽ ചെയ്യുക. c ഈസ് ഈക്വൽ ടു 1/12 എന്ന് കിട്ടും. ദെൻ y² എന്നാണ് തന്നിട്ടുള്ളത്. സോ എക്സ് ആക്സിസിന് സിമെട്രിക് ആയിരിക്കും. നെഗറ്റീവ് ഉണ്ട്, അതുകൊണ്ട് നെഗറ്റീവ് ഡയറക്ഷന് സിമെട്രിക് ആയിരിക്കും. ദെൻ 4c വരുന്നത് എങ്ങനെയായിരിക്കും, 1/12, 0 എന്നായിരിക്കും. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും, ഇത് -1/12 എന്നായിരിക്കും. ഡയറക്ട്രിക്സ് വരുന്നത് എങ്ങനെയായിരിക്കും, x ഈക്വൽ ടു 1/12 എന്നായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ ഒരു സെറ്റിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. x ഈസ് ഈക്വൽ ടു 2y² എന്നാണ്. സോ y² ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 1/2 × x എന്ന് എഴുതാം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ 4cx എന്ന് എഴുതാം. എക്സും ക്യാൻസൽ ചെയ്യുക. ദെൻ c
സി ഈസ് ഈക്വൽ ടു 1/8 എന്ന് എഴുതുക. ദെൻ ഇവിടെ മൈനസ് ഇല്ല, വൈ സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും, പോസിറ്റീവ് എക്സ് ആക്സിസിന് സിമെട്രിക് ആയിരിക്കും നമ്മുടെ പരാബോള. ദെൻ ഇവിടുത്തെ ഫോക്കസ് വരുന്നത് 1/8, എന്നായിരിക്കും. ഡയറക്ട്രിക്സ് ഇൻഡിക്കേഷൻ വരുന്നത് എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു -1/8 എന്നായിരിക്കും. മൊത്തം ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. അടുത്തത് എലിപ്സസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ എക്സസൈസ് 17 to 24 ഗിവൺ ഇക്വേഷൻസ് ഫോർ എലിപ്സസ്, പുട്ട് ഈച്ച് ഇക്വേഷൻ ഇൻ സ്റ്റാൻഡേർഡ് ഫോം, ദെൻ സ്കെച്ച് ദ എലിപ്സ്, ഇൻക്ലൂഡ് ദ ഫോസി ഇൻ യുവർ സ്കെച്ചസ്. അപ്പോൾ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്, എലിപ്സിൻ്റെ ഇക്വേഷൻ ആണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്, പുട്ട് ദ ഈച്ച് ഇക്വേഷൻ ഇൻ സ്റ്റാൻഡേർഡ് ഫോം, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഈ ഇക്വേഷൻസിനെ കൺവേർട്ട് ചെയ്യണം. ദെൻ എന്താണ്, ഈ സ്കെച്ച് ചെയ്യണം, എലിപ്സിനെ സ്കെച്ച് ചെയ്യുകയും വേണം, ഫോസി അതിനകത്ത് മാർക്ക് ചെയ്യുകയും വേണം. എത്ര ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, 17 മുതൽ 24 വരെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എലിപ്സിന് 2 സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട്. എലിപ്സസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. 16 ആദ്യത്തെ ക്വസ്റ്റ്യൻ, 16x² + 25y² = 400. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എങ്ങനെയാണ്, x²/a² + y²/b² = 1 എന്നാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ജസ്റ്റ് എന്താണ് ഈ 400 കൊണ്ട് 1, അതായത് ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 വരണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് 400 ഡിവൈഡ് ചെയ്താൽ മതി. ഇത് നമ്മൾ കുറേ ക്ലാസ് തൊട്ട് ചെയ്യണ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ 16/400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16ൽ എത്ര 4 ഉണ്ട്, 4 ഉണ്ട്. 400ൽ 4 ക്യാൻസൽ ചെയ്താൽ എത്ര എണ്ണം പോവും, ഇതെന്തായി മാറും, 100ആയി മാറും. അപ്പോൾ എന്താണ് 4/100 എന്ന് വരും. 4/100 എന്ന് പറഞ്ഞാൽ ഈ 1/25. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്തെന്ന്, x²/25 പ്ലസ്, ഇനി ഇതിപ്പോൾ എന്താണ് 25 ആണ്. അപ്പോൾ 25/400, ഇവിടെ 25 കിട്ടിയ സ്ഥിതിക്ക് എന്താ, y²/16 = എന്താണ് 1 എന്നാണ്. ദെൻ ഈ കിടക്കുന്നത് ആരാണ്, a² ആണ്. അതായത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എങ്ങനെയാണ്, x²/a² + y²/b² = 1 ആണ്. സോ a² = 25 ആണ്, a = 5 ആണ്, ദെൻ b = എന്താണ് 4 ആണ്. അപ്പോൾ നമുക്കറിയാം എ വലുതായതുകൊണ്ട്, അതായത് എക്സിൻ്റെ ഇൻ്റർസെപ്റ്റ് ആണ് അതിൻ്റെ താഴെ കിടക്കുന്ന ആൾ, അയാൾ വലുതായതുകൊണ്ട് നമുക്ക് പറയാം എന്ത്, മേജർ ആക്സിസ് വരുന്നത് എക്സ് ആക്സിസിലാണ്, ദെൻ മൈനർ ആക്സിസ് വരുന്നത് വൈ ആക്സിസിലാണ്. നമ്മളോട് എന്ത് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഫോസി അല്ലേ. ഫോസി എങ്ങനെ വരിക, സി ഈസ് ഈക്വൽ ടു √ എന്തായിരിക്കും, a² - b² ആണോ. ഫോസി വരുന്നത് a² - b² എന്നാണ്. ഫോസി മാർക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഇതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ എന്താണ്, എ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 അല്ല 5 50 -50. ദെൻ ഇതെന്താണ് 0 4 -0 -4. ദെൻ ഫോസി ഇപ്പോൾ എന്താണ്, a² - b² ആണ്. √a² - b² എന്ന് പറയുമ്പോൾ എത്രയാണ്, 25 - 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 9 വരും. അപ്പോൾ √9 എന്ന് പറഞ്ഞാൽ 3 എന്ന് വരും. അപ്പോൾ നമ്മുടെ ഫോസി എന്ന് പറഞ്ഞാൽ +or-3 ആണ്. എന്താണ് +or-3 ആണ്. ഇത് മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആയതുകൊണ്ട് എങ്ങനെ വരും, 30, -30 എന്ന് വരും. ഇതാണ് നമ്മുടെ ഫോസി വരുന്നത്. അപ്പോൾ നമ്മൾ ഫിഗർ സ്കെച്ച് ചെയ്തു, ഫോസി മാർക്ക് ചെയ്തു. ഇത്രയൊന്നും ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ചെയ്തൊക്കെ എങ്ങനെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 7x² + 16y² = 112 എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതത്ര ഒരു സുഖമില്ല. 112 കൊണ്ട് ഡിവൈഡ് ചെയ്യുക നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് എന്താണ് 112നെ ഒന്ന് നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ വരിക, 7 1 വരും. ഇതിലിപ്പോൾ എത്ര ബാലൻസ് വരിക, 4 വരും. 42 എന്ന് വരും. 7 എത്ര ഒരു 6 വരും. അപ്പോൾ നമുക്ക് 16 എന്ന് കിട്ടിയിട്ടുണ്ട്. സിമ്പിളാണ്. അപ്പോൾ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഇവിടെ 1 ഇട്ട് കൊടുക്കുക, ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 7 ഇട്ട് കൊടുക്കുക, ഇവിടെ 16 ഇട്ട് കൊടുക്കുക. അപ്പോൾ x² / a² + y²/b² = 1 എന്നുള്ള ഫോമിലേക്ക് വന്നിട്ടുണ്ട്. സോ a = ഞാൻ 4 എന്ന് എഴുതുകയാണ്, b = ഞാൻ √7 എന്ന് എഴുതുകയാണ്. ഇവിടെ a വലുതാണ്, അതുകൊണ്ട് മേജർ ആക്സിസ് എവിടെയാണ്, എക്സ് ആക്സിസ് ആണ്. നമുക്ക് ഫോസി കണ്ടുപിടിക്കണം. ഇതാണ് ഷേപ്പ് സ്കെച്ച് വരുന്നത്. വരച്ചപ്പോൾ വൃത്തിയില്ല. ഇങ്ങനെയൊക്കെ വരും എന്ന് വിചാരിക്കുക എലിപ്സ്.
പിന്നെ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയർ എന്താണ് 16 ആണ്, ബി സ്ക്വയർ 7 ആണ്. 16 മൈനസ് 7 ഈസ് ഈക്വൽ ടു 9 ആണ്. റൂട്ട് 9 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 ആണ്. എക്സ് ആക്സിസിലായതുകൊണ്ട് ഫോസി എന്ത് വരും 30 ദെൻ മൈനസ് 30 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എന്നാണ്. ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് പോകുമ്പോൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇവിടെ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്? നമുക്ക് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്നും, അതായത് എ ഈക്വൽ ടു 1 എന്നും ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? റൂട്ട് 2 എന്നും എഴുതാം. ഇവിടെ ഇപ്പോൾ എ ചെറുതായതുകൊണ്ട് ഇപ്പോൾ റൂട്ട് 2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 പോയിൻറ്റ് സംതിങ് ആണ്. 1 എന്ന് പറഞ്ഞാൽ സോ 1നേക്കാളും വലുതാണ് നമ്മുടെ ബിയുടെ വാല്യൂ, അതായത് വൈ ഇൻ്റർസെപ്റ്റ്. സോ എന്താണ്? വൈ ആക്സിസിലായിരിക്കും മേജർ ആക്സിസ് വരുന്നത്. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ എലിപ്സിൻ്റെ ഷേപ്പ് കിടക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഫോസി എന്ന് പറയുമ്പോൾ ഈ ഒരു വൈ ആക്സിസിലായിരിക്കും വരുന്നത്. ഫോസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? എ സ്ക്വയർ ഇങ്ങനെ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തിരിച്ച് ചെയ്താൽ മതി. എന്താണ്? നമ്മൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എങ്ങനെ എഴുതുക? എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് കണ്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്താണ്? സി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ നോക്കുന്നില്ല. എ എപ്പോഴും അവിടെ കിടന്നോട്ടെ. വലിയ ആൾക്കനുസരിച്ച് നമുക്ക് എന്താണ് ആക്സിസ് ചേഞ്ച് ചെയ്താൽ മതി. അതുപോലെ നോക്കിയാൽ മതി. വലിയ ആളെന്ന് മൈനസ് ചെയ്താൽ മതി. സി ഈക്വൽ ടു റൂട്ട് ഓഫ് ആരാണ്? 2 മൈനസ് 1 ആണ്. ഇസ് ഈക്വൽ ടു 1 ആണ്. റൂട്ട് 1ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എന്താ വരിക? 0 1 0 മൈനസ് 1 ഇവരാണ് ഫോസി വരിക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്നാണ്. അപ്പോൾ ത്രൂ ഔട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ ബൈ 4 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇവിടെയും ഞാൻ എന്താണ്? എ ഈസ് ഈക്വൽ ടു റൂട്ട് 2 എന്നും ബി ഈസ് ഈക്വൽ ടു 2 എന്നും എടുക്കുകയാണ്. ഇവിടെ ബി വലുതായതുകൊണ്ട് നമുക്കെന്താണ്? വൈ ആക്സിസിലാണ് മേജർ ആക്സിസ് ഉള്ളത്. എക്സ് ആക്സിസ് ആണ് മൈനർ ആക്സിസ് കിടക്കുന്നത്. ദെൻ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എങ്ങനെ എടുക്കണം? ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എടുക്കണം. അപ്പോൾ 4 മൈനസ് 2 ഈസ് ഈക്വൽ ടു റൂട്ട് 2 എന്ന് വരും. അപ്പോൾ പ്ലസ് ഓ മൈനസ് റൂട്ട് 2 ആണ് ഫോസി വരുന്നത്. ദെൻ പോയിൻറ്റ്സ് എങ്ങനെ എഴുതും? 0, റൂട്ട് 2 0, മൈനസ് റൂട്ട് 2 എന്ന് എഴുതും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 3x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ ഈസ് ഈക്വൽ ടു 6 എന്നാണ്. ത്രൂ ഔട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എന്താണ്? വൈ സ്ക്വയർ ബൈ 3 ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. എ ഈസ് ഈക്വൽ ടു റൂട്ട് 2 എന്നും ബി ഈസ് ഈക്വൽ ടു റൂട്ട് 3 എന്നും എടുക്കുക. ഇവിടെ എന്താണ്? ബി വലുതാണ്. സോ അഗെയിൻ വൈ ആക്സിസിലാണ് മേജർ ആക്സിസ് കിടക്കുന്നത്. എക്സ് ആക്സിസിലാണ് മൈനർ ആക്സിസ് കിടക്കുന്നത്. ഇനി നമുക്ക് സി കണ്ടുപിടിക്കണം. അപ്പോൾ സി ഈസ് ഈക്വൽ ടു എന്തെന്ന് എടുക്കണം? റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എടുക്കണം. സി ഈസ് ഈക്വൽ ടു എന്താണ്? 3 മൈനസ് 2 എന്ന് എടുത്താൽ 1 എന്ന് വരും. ഇനി ഇതിലായതുകൊണ്ട് പോയിൻറ്റ്സ് എങ്ങനെ വരും? 0, 1 0, മൈനസ് 1. ഇതാണ് ഫോസി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നയൻ എക്സ് സ്ക്വയർ പ്ലസ് 10y സ്ക്വയർ ഈസ് ഈക്വൽ ടു 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു റൂട്ട് 10 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇവിടെ എ ആണെന്ത് വലുതായിട്ട് വരുന്നത്. അതുകൊണ്ട് മേജർ ആക്സിസ് എവിടെയായിരിക്കും? എക്സ് ആക്സിസിലായിരിക്കും. ദെൻ സി ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? റൂട്ട് ഓഫ് എന്താണ്
10 - 3 ദാറ്റ് ഈസ് √7 ആണ്, ±√7 ആണ്. എക്സ് ആക്സിസിലായതുകൊണ്ട് ഫോസി എങ്ങനെ മാർക്ക് ചെയ്യാം? √7, 0 -√7, 0. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? 169 × x² + 25 × y² = 4225. 4225 എന്ന് വന്നിട്ടുണ്ട്. ഇനി ഇയാൾ എന്താ ചെയ്യുക? 169/4225 + 25/4225 y² എന്താണ്? 4225/4225. ഇത് ആരുടെ റൂട്ടാണ്? അപ്പോൾ 3600 ആരുടെ റൂട്ട്? 60ൻ്റെ റൂട്ട് വരുന്നത്. പിന്നെ ഇപ്പോൾ 4200 എന്ന് പറയുമ്പോൾ 4200 അല്ല, 4900 ആരുടെ റൂട്ടാണ്? 70ൻ്റെ റൂട്ടാണ്. അപ്പോൾ 60നും 70ൻ്റെ ഇടക്കുള്ള ആരോ ആണ് ഇയാളുടെ റൂട്ട് എന്ന് പറയുന്നത്. ആരാ നോക്കാം. അപ്പോൾ നമുക്ക് 65 നോക്കാം. ഇവരുടെ രണ്ടാളുടെയും മിഡിൽ കിടക്കുന്ന 65. അപ്പോൾ 65ൻ്റെ റൂട്ട് എന്താണെന്ന് നോക്കി നോക്കാം. 5 വരും. പിന്നെ 5 ഉണ്ടല്ലോ. അപ്പോൾ 5 ഇവിടെ എത്ര വരിക? ഇവിടെ 2 വരും. ഇവിടെ എന്താണ്? 30, 32, 3 ഇട്ട് കൊടുത്തു. ഇവിടെ എന്താണ്? 6, 5, 30, 0 ഇട്ട് കൊടുത്തു. ഇവിടെ 3 ഇട്ട് കൊടുത്തു. 6, 6, 36, 9. ഇവിടെ 3 ഇട്ട് കൊടുത്തു. ഇവിടെ 5, ഇവിടെ 2. ഇത് എത്രയാണ്? 3ഉം 9ഉം ആരാണ്? 2 ആണ്. അപ്പോൾ 1 ഇട്ട് കൊടുത്തു. 4225. അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയും റൂട്ട് കണ്ടുപിടിക്കണമൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളെന്താണ് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരെ നോക്കി നോക്കുക, അവരുടെ സ്ക്വയർ എന്താണെന്ന്, എന്നിട്ട് ജസ്റ്റ് കണ്ടുപിടിക്കുക. അതൊക്കെ ഉള്ള സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? 65 എന്ന് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കെന്താണ് ഇവിടെ നമുക്കിപ്പോൾ ഈ 4225 ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ അതിൻ്റെ അടിയിൽ എഴുതി കൊടുത്തു. ഇതിങ്ങനെ കിടന്നോട്ടെ. ഇതിനെ നമുക്കെന്താണ് ഇവിടെ നമുക്ക് 1 ആക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. x² / a² y² / b² എന്നുള്ളതിന് നമുക്കെന്താണ് ഇതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പൊക്കെ. അപ്പോൾ 4225 / നമ്മൾ 169 എന്ന് എഴുതണം. അതുപോലെ തന്നെ ഇയാളെ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് എഴുതണം. ആരുടെ? 4225/25 എന്ന് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനെ ഇതിപ്പോൾ എങ്ങനെ കിടക്കുന്നത്? a² ആയിട്ടാണ് കിടക്കുന്നത്. സോ a = നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ സ്ക്വയർ റൂട്ട്, ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയർ റൂട്ട് നോക്കുമ്പോൾ എന്താ വരിക? 65 ഇപ്പോൾ 169 എന്ന് പറയുമ്പോൾ ആരാണ്? 13 ഇപ്പോൾ b² ഇയാളാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 65/25 എന്ന് വരും. അപ്പോൾ ഇവരെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 65ൽ എത്ര 5 ഉണ്ട്? 10, 12, 13ഉം ഇതിനകത്ത് 5 എണ്ണം. അപ്പോൾ അങ്ങനെ എഴുതാം. എന്താണ്? 13/5 എന്ന് എഴുതാം. 13/5 എന്ന് എഴുതാം. ഇനി ഇവിടെ ഇപ്പോൾ നമുക്ക് എന്താണ് ഇതിനെ ഇനി വെട്ടി ചെറുതാക്കാനൊന്നും പറ്റില്ല. മാക്സിമം ചെറുതായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ എയും ബിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ 13/5 ആണോ 63/13 ആണോ വലുത്? അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ നോക്കുമ്പോൾ ഇയാളാണ് വലുത്. സോ ഇതാണ് ഇതിന് ബി ആണ് ഇതിനകത്ത് വലിയ സംഖ്യ വരുന്നത്. സോറി, ചെയ്തതിൽ തെറ്റുണ്ട്. പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നു. ഇത് 4225ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ അത് 65ഉം ഇനി 25ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ അത് വെറും 5ആണ്. അപ്പോൾ ഇതിക്കളുടെ എന്താണ്? ഇത് 13 എന്ന് വരും. ഇവിടെ 13 എന്ന് നമുക്ക് വന്നു. ഇതിന് നമ്മൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ നമുക്ക് 5 കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ബി ആണ് വലുത്. സോ നമ്മുടെ മേജർ ആക്സിസ് y ആക്സിസ് ആണ്. ഇനി ഫോസി എന്ന് പറയുമ്പോൾ 169 മൈനസ് 25 അതെത്രയാണ്? √c = √v² - a² ചെയ്യുക. അപ്പോൾ വരുന്നത് എന്താണ്? 144 വരും. വിച്ച് ഈസ് ഇക്വൽ ടു ±√ ആരാണ്? 12 എന്ന് വരും. ±12 എന്ന് വരും. സോ y ആക്സിസിൽ മേജർ ആക്സിസ് ഉള്ളത് കൊണ്ട് എന്താണ്? 0, 12, 0, -12 ഇതാണ് ആൻസർ വരുന്നത്. അപ്പം തന്നെ ഒരുപാട് സമയം ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് ഇനി ഹൈപ്പർബോള ചെയ്യാനുണ്ട്. ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വേറെ ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്തും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്.
അപ്പോൾ എന്താണ് ബാക്കി ക്വസ്റ്റ്യൻസ് വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.